ഹലോ സ്റ്റുഡൻസ്, കൊമേഴ്സ് സ്റ്റുഡൻസ് ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളതാണ് സ്കീം ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അത് പ്ലസ് 1 ആണെങ്കിൽ പ്ലസ് 2 ആണെങ്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റ് പഠിക്കണം. ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓണം എക്സാംസ് എല്ലാം നടത്തുന്നത് അല്ലേ. അപ്പോൾ ഈ എക്സാംസിലൂടെയാണ് നമ്മൾ ആ പോർഷൻസ് പഠിച്ചോ എന്നറിയുന്നത്. എന്നാലും പല കുട്ടികളും വന്ന് ചോദിക്കുന്ന ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ, സാറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം വരുന്നുണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? തീർച്ചയായും നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കുട്ടികളുടെയും ധാരണ നമ്മുടെ കൊമേഴ്സ് കുട്ടികൾ കുറച്ച് മാത്രം പഠിച്ചാൽ മതി, വളരെ കുറച്ച് മാത്രം പഠിച്ചാൽ അവർക്ക് സിമ്പിൾ എക്സാമിനേഷൻ ആണ് എന്നുള്ള ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. കൊമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അഡ്വാൻസ് ആയി തുടങ്ങി. പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അഡ്വാൻസ് ആയി തുടങ്ങി. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പബ്ലിക് എക്സാമിനേഷൻ മാർക്ക് സ്കോർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ സമയത്ത് പഠിക്കണം, നമ്മൾ ഈ സമയത്ത് തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി തുടങ്ങി. അതുകൊണ്ട് പല കുട്ടികളും ചോദിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഈ സമയത്ത് പഠിക്കേണ്ടത് ഈ സമയത്ത് പഠിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്ലസ് 1 സ്റ്റുഡൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. നമുക്കറിയാം, ഒരു ട്രയൽ ബാലൻസ് വരച്ച് കഴിഞ്ഞ് ആ ട്രയൽ ബാലൻസിലൂടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, 2 എമൗണ്ട് കോളം ഉണ്ട്. ആ 2 എമൗണ്ട് കോളത്തിൻ്റെ താഴെ അഡ്ജസ്റ്റ്മെന്റുകൾ കാണാം. എന്നിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, ആ എസ്എ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വന്ന രീതി കണ്ടോ, വളരെ വ്യത്യസ്തമായിട്ടാണ്. കാരണം പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒന്ന് മാറി, ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്ന് മാറി. ഒരു എമൗണ്ട് കോളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു എമൗണ്ട് കോളം, ഒരു എമൗണ്ട് കോളം തന്ന് താഴെ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാനില്ല, പക്ഷേ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കുന്ന സമയത്ത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിന്റെ എമൗണ്ട് ഉള്ളിൽ കാണുന്നു അല്ലേ, നമുക്ക് ആ കോളത്തിന്റെ ഉള്ളിൽ കാണാം. അപ്പോൾ ഇത്തരത്തിൽ മാറ്റങ്ങൾ, ഇത്ര എക്സാമ്പിൾ സാറ് പറഞ്ഞാണ്, ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പഠനം, നമ്മൾ കൊമേഴ്സ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ തീർച്ചയായും മാറ്റം വരുത്തണം. നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നല്ല ക്ലാസ് കിട്ടുന്നുണ്ടായിരിക്കും, പക്ഷേ എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ മാറി വരാൻ പോവുകയാണ്. അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, അതായത് വാട്ട് ഈസ് എന്നുള്ള ചോദ്യത്തിൻ്റെ രീതി മാറി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറയുന്നത് മാറിക്കൊണ്ട് ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് ക്വസ്റ്റ്യൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റത്തിൽ നമ്മൾ തീർച്ചയായും അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം കൂടുതലാണ്. എന്താണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ? അതായത് നമ്മൾ ഏത് കണ്ടന്റ് വന്നു കഴിഞ്ഞാലും, ഏത് സബ്ജക്റ്റിലെ ഏത് കണ്ടന്റ് വന്നു കഴിഞ്ഞാലും, ആ കണ്ടന്റിനെ നമുക്ക് ഏത് ആംഗിളിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ, പബ്ലിക് എക്സാമിനേഷന് ഏത് ആംഗിളിൽ വേണേൽ ചോദിക്കാം. ഏത് ആംഗിളിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും ആ കണ്ടന്റിന് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്തുകയും അതിനെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് ആൻസർ ഷീറ്റ് കാണിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ നല്ലപോലെ പഠിച്ചു എന്ന് പറയുന്നത്. അപ്പം ഒരു സബ്ജക്റ്റിൻ്റെ അകത്ത് പല ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലേ, ആ പല ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സിനെ കീറി മുറിച്ചുകൊണ്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട്, അതായത് കണ്ടന്റ് നല്ലപോലെ നോക്കുകയും ആ കണ്ടന്റിലൂടെ എക്സാംസിന് എങ്ങനെ ചോദിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തി അങ്ങനെ സെറ്റായിട്ട് വേണം നമ്മൾ പബ്ലിക് എക്സാമിനേഷനിൽ പോകാൻ. കൊമേഴ്സ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സൈലം നിങ്ങൾക്ക് ഒരുക്കുന്ന എക്സ്ക്ലൂസീവ് ബാച്ചാണ് സൈലം യുവ ബാച്ച്. എന്തുകൊണ്ട് യുവ ബാച്ച്? കൊമേഴ്സിലെ എക്സ്പേർട്ട് ഫാക്കൾട്ടി ലൈനപ്പ്, ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് ക്ലാസ്സസ്, മൈൻഡ് മാപ്പ്, PYQ ഡിസ്കഷൻസ്, മൊഡ്യൂൾ എക്സാംസ്, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ്, ഇത്രയധികം ഫീച്ചേഴ്സ്, അതും ഏറ്റവും അഫോർഡബിൾ ആയ ഫീസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഇനി എന്തിനു വൈകണം? ഇപ്പോൾ തന്നെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് കൊമേഴ്സ് പഠനം ഈസിയാക്കാം, ഫുൾ മാർക്ക് വാങ്ങാം സൈലത്തോടെ.